ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിനോട് മാഷ് പറയുന്നുണ്ട്, ഈ വീട് വിറ്റിട്ടായാലും ഈ വീട് അയാളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് 10 ലക്ഷം കൊടുത്തിട്ടായാലും എൻ്റെ മോനെ പുറത്തിറക്കണം, ഒരു നിമിഷം പോലും എൻ്റെ മോൻ ജയിലിലാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, 10 ലക്ഷം രൂപ കൊടുക്കാന്നുള്ളത് എനിക്ക് നിമിഷ നേരം കൊണ്ട് കഴിയും, പക്ഷേ 10 ലക്ഷമല്ലല്ലോ അയാൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രതികാരം പകയുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണം നീയാണെന്ന് പറയുകയാണ്. എന്തായാലും നിന്നോടുള്ള പക എന്തിനാണ് എൻ്റെ മറ്റു മക്കളോട് തീർക്കുന്നത്, നീ ആയിട്ട് ഉണ്ടാക്കി വെച്ച് നീ തന്നെ അവസാനിപ്പിച്ചാൽ മതി എന്നൊക്കെ മാഷ് പറയുന്നുണ്ട്. അതേസമയം വീട്ടിലകത്ത് ചെല്ലുമ്പോൾ കമലാമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രം വന്നിട്ട് പറയുന്നുണ്ട്, എന്ത് തന്നെ ചെയ്തിട്ടാലും വിശേഷം ഞാൻ പുറത്തിറക്കും, അമ്മയെ വിഷമിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ വേദ വീണ്ടും ശ്രീകാന്തിനെ കാണാൻ വന്നിരിക്കുകയാണ്. അന്നേരം ശ്രീകാന്ത് പറയുന്നതാണ്, ആഹാ വെല്ലുവിളിച്ചിട്ടൊക്കെ പോയതാണല്ലോ, വീണ്ടും വന്നത് എന്തിനാ, വെല്ലുവിളിക്കാനോ അത് അപേക്ഷയായിട്ടുമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ശ്രീയേട്ടാ ഞാനും നിങ്ങളും തമ്മിലാണ് പ്രശ്നം, വെറുതെ എന്തിനാണ് വിക്രമിൻ്റെ വീട്ടുകാർ ഇതിലേക്ക് വലിച്ചിടുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഓഹോ, അപേക്ഷയായിട്ട് വന്നതാണല്ലേ, ഈ സ്വരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് നീ അപേക്ഷിക്കാൻ വന്നിട്ടുള്ളതാണെന്ന്. ഇനി നീ അടുത്തതായിട്ട് വരുന്നത് കരഞ്ഞ് കാല് പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, വരണം, നീ അങ്ങനെ തന്നെ വരണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അങ്ങനെ കാല് പിടിക്കാനായിട്ട് വന്നതൊന്നുമല്ല ഞാൻ, പക്ഷേ ഒരു തവണ കൂടി നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വന്നതാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് ശ്രീകാന്ത്, നീ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ ചെയ്യാൻ തീരുമാനിച്ചേ ചെയ്യും, നീ എന്തായാലും വലിയ ആളാണല്ലോ, ഈ സത്യങ്ങളൊക്കെ കോടതിയിൽ തെളിയിക്കാന്ന് പറയും. വിഷയം അത് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോടതി തെളിയിച്ചോ എന്ന് പറയും. അപ്പോൾ അതിനുള്ള തെളിവുകളൊക്കെ നീ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് വീണ്ടും വേദന വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ വേദ പറഞ്ഞ തെളിവുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കും മിസ്റ്റർ ശ്രീകാന്ത് പറയാൻ കേട്ടോ. ഓഹോ, ഏട്ടനെ കയറി പേരൊക്കെ വിളിക്കാൻ തുടങ്ങിയെന്ന് ചോദിക്കണേ. അപ്പോൾ വേദ പറയുന്നുണ്ട്, പേര് വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കല്ലേ നിവർത്തിയുള്ളൂ, വേറെ വഴിയില്ലല്ലോ, എന്തായാലും കാണാം എന്ന് പറഞ്ഞിട്ട് വേദ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നു, നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ കോടതിയിൽ സത്യം തെളിയിക്കി എന്നിട്ട് വരാം. അപ്പോൾ വേദ വരും, കോടതിയിൽ സത്യം തെളിയിച്ചതിന് ശേഷം ഇനി നമ്മൾ തമ്മിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് വിഷയത്തിനെ കാണാനായിട്ട് വിക്രമും ജോസഫും കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്തോ വിക്രം, എന്നെ പുറത്തിറക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു, ഇനിയും കുറച്ച് ദിവസം കൂടി ഇതിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവൻ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പോകുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിശേട്ട വിഷമിക്കേണ്ട, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ഭാഗത്തു നിന്നുള്ള തെളിവുകളൊക്കെ ശക്തമാണ്, സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശേഷന് ഉറപ്പായിട്ടും ശരിക്കും പറയാൻ പറയും കേട്ടോ. ഞാൻ പറഞ്ഞതാണല്ലോ എന്നോട്, എന്നാലും ആ ബാഗിൽ പൈസ ഇന്ന് ഉണ്ടായിരുന്നു എന്ന് വിശേഷം ഉറപ്പാണ്. ഉണ്ട്, ഞാൻ എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് അയാൾ എണ്ണിയത്, പിന്നെ ആ ബാഗ് എവിടെയെങ്കിലും വെക്കുകയോ മറ്റോ ചെയ്തിരുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം ബാങ്കിൻ്റെ മുമ്പിലുണ്ടായിരുന്ന സംഭവം വിക്രത്തിനോട് പറയാണ് കേട്ടോ. അപ്പോൾ ബാഗ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഓഹോ, അപ്പോൾ ഇത് പണി തന്നത് തന്നെയാണല്ലേ ജോസഫെ, എനിക്ക് മനസ്സിലായില്ലേ, ബാഗ് മാറ്റിയത് തന്നെയാണ് വിക്രം എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാണിക്കുന്നത് ദീപ്തിയും പത്മവും കൂടിയിട്ട് വരികയാണ്. അപ്പോൾ കമലാമ്മൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് നന്ദിനി വെറുതെ അവളുടെ അമ്മയും അനിയത്തിയും വന്നിട്ടുണ്ട്, പറയാനുള്ളത് മുഴുവൻ പറഞ്ഞോട്ടോ എന്ന് പറയാം കേട്ടോ. നന്ദിനി, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, വായു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാൻ കേട്ടോ, കളിയാക്കി വിളിക്കുന്നത് പോലെയാണ് വിളിക്കുന്നത്. അമ്മ നിങ്ങളെ കാണാനിരിക്കുകയായിരുന്നു, എന്തായാലും പറയാനുള്ളതൊക്കെ പറഞ്ഞോ അമ്മേ എന്ന് നന്ദിനി പറയും കേട്ടോ. അപ്പോൾ പത്മം പറഞ്ഞു, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കമലാമ്മേ, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയൊക്കെ നടക്കുന്നു ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിൽ പങ്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ വേണമെങ്കിൽ വിശ്വസിക്കാം, പക്ഷേ എല്ലാവരും അത് വിശ്വസിക്കണമെന്നില്ല എന്ന് പറയും. അപ്പോൾ ദീപ്തി പറയാം, ഞങ്ങൾക്ക് ഇതിലല്ലെങ്കിൽ പങ്കൊന്നും ഇല്ല എന്ന് പറയാൻ കേട്ടോ. കുട്ടിക്ക് അങ്ങനെയൊക്കെ പറയാം എന്ന് പറയാൻ. അപ്പോൾ കമലാമ്മ ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മകനോട് എൻ്റെ മോൻ ഇത് തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കും കൂടെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനോട് ഈ കേസ് പിൻവലിക്കാൻ പറയണം, എന്നിട്ടായിരിക്കണം നിങ്ങൾ ഇവിടേക്ക് വരേണ്ടിയിരുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്നേഹത്തോട് കൂടിയിട്ട് അംഗീകരിച്ചേനെന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനി വീണ്ടും ദീപ്തിനെ വഴക്ക് പറയാൻ കേട്ടോ. എന്തായാലും ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചല്ലേ, എന്നിട്ടാണല്ലോ ഈ വരവ്, എന്തായാലും തൊലിക്കട്ടി കൊള്ളാം എന്നൊക്കെ നന്ദിനി പറയുന്നുണ്ട്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എൻ്റെ വിശേഷത്തിന് അങ്ങനെ ഒരു തെറ്റും ചെയ്യൂല, അത് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, എന്നിട്ടും ഈ രീതിയിൽ വിശേഷണം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ കമലാമ്മയും ശ്രീജയും പറയുകയാണെ. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട്, എൻ്റെ ഏട്ടൻ പറയുന്നു 10 ലക്ഷം രൂപ ഇവിടുത്തെ വിശേഷം മോഷ്ടിച്ചിട്ടുണ്ട്, നിങ്ങൾ പറയുന്നത് മോഷ്ടിച്ചിട്ടില്ല, ഇതിലിപ്പോൾ ഞങ്ങൾ ഏതാണ് വിശ്വസിക്കേണ്ടത്? അപ്പോൾ പത്മം പറഞ്ഞു, ദീപ്തി ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുകയാണെ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, വിശേഷം മോഷ്ടിച്ചില്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം, വിക്രത്തിനോട് പക തീർക്കാനായിട്ട് വിശേഷനെ കാര്യമാക്കേണ്ട കാര്യം ഒരിക്കലും ശ്രീകാന്തിന് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ പത്മ പറയുന്നുണ്ട് നിങ്ങളുടെ വിഷമവും മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ അനുസരിച്ചില്ലേ, ഞാൻ അനുസരിച്ചില്ലേ, വേദന കാര്യത്തിൽ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തില്ലേ, എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുകയാണേ. അപ്പോൾ ദീപ്തി പറയാം അമ്മയ്ക്ക് തൃപ്തിയായാലോ, ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴേ പോരേണ്ടത്, വാ പോകാം, ഇറങ്ങി പോയിക്കൊള്ളാൻ തന്നെയാണ് ഇവർ പറയുന്നതെന്ന് പറയുകയാണേ. അപ്പോൾ അവർ പോകാൻ പോകുമ്പോൾ ശ്രീജ പറയും നിൽക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ എന്ന് പറയാം കേട്ടോ. വിശ്വേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഇവിടെ വേറൊരാളും കൂടെ വിശ്വസിക്കുന്നുണ്ട്, വേദ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് കയറ്റാനായിട്ട് അനുവദിച്ചത്. പക്ഷേ ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ വീടിൻ്റെ പടി പോലും ഞങ്ങളെ കയറ്റാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അത് ശരിയാണെന്ന് പത്മത്തിന് പറയാട്ടോ. അപ്പോൾ നന്ദിനാണെന്നുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്തായാലും വേദ ഈ കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ ചെയ്യുമെന്നൊക്കെ ശ്രീജ പറയുന്നുണ്ട്. ആ ഒരു ആശ്വാസമാണ് ഞങ്ങൾക്കുള്ളതെന്ന് പറയും. അപ്പോൾ പത്മം പറയുന്നുണ്ട്, പത്മ ഇങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ശ്രീജ വേദന വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ ചെയ്താലും മൈലേജ് എപ്പോഴും വേദയ്ക്ക് തന്നെയാണെന്ന് പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് പൈസ അടിച്ച് മാറ്റിയ ആൾ കൊണ്ടുവരികയാണ് ജോസഫ്. ഇവനാണ് ബാങ്കിൽ വെച്ചിട്ട് കള്ള അസുഖം അഭിനയിച്ചതെന്ന് പറഞ്ഞിട്ട് കൊണ്ട് വിക്രമിൻ്റെ കാൽക്കലിടുന്നതാണ്. നീയാണോ ഷാജി, നീ ആർക്കിട്ടാണ് പണിതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആര് പറഞ്ഞിട്ടാടാ നീ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയൻകുട്ടാ നീ അതങ്ങ് എടുക്ക്, ഇവൻ നേരെ ചെറിയ കാര്യം പറയുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണെ. എന്നിട്ട് അയൊരു ഇരുമ്പ് വടി എടുക്കുകയാണ്. ഈ വടി എടുത്തിട്ട് അയാൾ ചവിട്ടി താഴ്ത്തിട്ടതിന് ശേഷം ആ വടി വെച്ചിട്ട് അടിക്കാനായിട്ട് പൊന്തിക്കുമ്പോഴേക്കും അയ്യോ വിക്രം വേണ്ട വിക്രം, ഞാൻ സത്യം പറയാമെന്ന് പറഞ്ഞിട്ട് അയാൾ പറയുകയാണ്. ജോലി ചെയ്യുന്ന ഓഫീസിലെ മാനേജർ പറഞ്ഞിട്ടാണ് ഈ ഒരു കൊട്ടേഷൻ ഞങ്ങൾ ഏറ്റെടുത്തതെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ആ പണം നീ എന്ത് ചെയ്തു, ആ ബാഗിൽ പണം ഉണ്ടായിരുന്നോന്നൊന്നും എനിക്കറിയില്ല, ആ ബാഗ് ഒരാളെ ഏൽപ്പിക്കാൻ പറഞ്ഞു, അയാളെ ഏൽപ്പിച്ചു എന്ന് പറയാൻ കേട്ടോ. വണ്ടിയുമായിട്ട് അയാൾ വന്നു, ആ ബാഗ് അയാളെ കൊടുത്തു, അയാൾ അത് കൊണ്ടുപോയി, എനിക്ക് അയാൾ തരാമെന്ന് പറഞ്ഞ പണവും തന്നു എന്ന് പറയാൻ കേട്ടോ. അയാൾ ആരാണെന്ന് എനിക്കറിയില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയും. അപ്പോൾ വിക്രം തൻ്റെ ഫോണിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ശ്രീകാന്തിൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇയാളാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാത്രി വിക്രം ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് വേദ വരികയാണ്. അപ്പോൾ വേദ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ എന്താ ഇവിടെ വന്നിരിക്കുന്നത്, മനുഷ്യനൊന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് ഇരുന്ന് ആലോചിക്കാനും പറ്റൂലേ, വേറെ എവിടെയെങ്കിലും പോയിരിക്കുമെന്ന് പറയട്ടോ. എനിക്ക് പറയാനുള്ളത് ഇയാളോട് അല്ലാണ്ട് പിന്നെ വേറെ ആരോട് പറയാനാണെന്ന് നോക്കിട്ടോ. അമ്മയും ദീപ്തിയും വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അതിന് എന്ന് പറയട്ടെ, അത് നന്ദിനിയെടുത്ത് കുറച്ച് മോശമായിട്ടാണ് സംസാരിച്ചതെന്ന് പറയും. സാധാരണ രീതിയിൽ അമ്മ തടയുന്നതാണ്, ഇത്തവണ അതും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ മൂത്ത മോനാണ് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ച് അവിടെ കിടക്കുന്നത്. എന്നിട്ട് പിന്നെ അവരോട് മര്യാദയിൽ സംസാരിക്കണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദ പറയണം അതിന് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതല്ലേ, അങ്ങനെ ആണെന്നെങ്കിൽ ഞാനല്ലേ നിന്നോട് തെറ്റ് ചെയ്തത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടുകാർ എന്നോടല്ലേ പ്രതികാരം ചെയ്തത്, എന്നിട്ട് നിൻ്റെ വീട്ടുകാരെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വീട്ടിലുള്ളവരല്ലേ നീ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം കേട്ടോ. അത് ശരിയാണ്, അതൊക്കെ ഈ ചോദ്യം തന്നെ ഞാൻ ശ്രീയേട്ടനോട് ചോദിച്ചതാ. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ശ്രീയേട്ടൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും നാളെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് വക്കീലിനെ ഏൽപ്പിച്ചോന്ന് വിക്രമിനോട് ചോദിക്കണം. ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. എന്തേ ഏൽപ്പിച്ചിട്ടില്ലേ എന്ന് ചോദിക്കാനുണ്ട്. ഇല്ല ഏൽപ്പിച്ചിട്ടില്ല. അത് ശരി, അപ്പോൾ വിശ്വേട്ടന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പോലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലേ? അത് ഞാൻ നാളെ കാലത്ത് ഏൽപ്പിച്ചോളാം. നാളെ കാലത്തോ? പിന്നെ കേസ് പഠിക്കാനായിട്ട് വക്കീലിന് സമയം വേണ്ടേ? ഓടിച്ചെന്ന് അങ്ങോട്ട് കേസ് ഏൽപ്പിക്കുകയാണോ ചെയ്യാൻ ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിന് വെറുതെ അങ്ങനെ ഓടിച്ചെന്നിട്ടൊരു വക്കീലിന് കേസ് ഏൽപ്പിച്ച് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. തെളിവുകൾ കൊടുക്കണം. വിശ്വേട്ടൻ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അതിന് തെളിവ് വേണ്ടേ? എന്നിട്ട് കിട്ടിയോ? കിട്ടി. എന്ത് കിട്ടിയെന്ന് ചോദിക്കും കേട്ടോ വേദ. ആ പണം മോഷ്ടിച്ച ആളെ കിട്ടിയെന്ന് പറയാൻ കേട്ടോ. കിട്ടിയോ എന്ന് ചോദിക്കാം. അതെ, അത് ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചത് വിശ്വേട്ടൻ ജോലി ചെയ്യുന്ന ബാങ്ക് മാനേജർ തന്നെയാണ്. എന്നിട്ട് അയാളെ ഞങ്ങൾ പിടിച്ച് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. അവനാണ് പണം മോഷ്ടിച്ച് ശ്രീകാന്തിൻ്റെ കയ്യിൽ കൊടുത്തതെന്ന് പറയാൻ കേട്ടോ. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വക്കീലിനെ അന്വേഷിച്ച് വിക്രമൻ ഇപ്പോൾ തൽക്കാലം കാലത്ത് എവിടെയും പോകണ്ട. വക്കീൽ ഹാജരാവും. ഏത് വക്കീൽ? അഡ്വക്കേറ്റ് വേദാശങ്കർ നാരായണൻ. അല്ലാതെ ആരാ? നീയോ എന്ന് ചോദിക്കാൻ കേട്ടോ ഒരു പുച്ഛത്തോടു കൂടിയിട്ട്. അതെന്താ ഞാൻ ഹാജരായാൽ ശരിയാവൂലേ? ഞാൻ എൻ്റെ സീനിയറിനോടാണ് പറഞ്ഞത്, പക്ഷേ അദ്ദേഹം പറഞ്ഞു ഈ കേസ് കേട്ടപ്പോൾ എന്നോട് തന്നെ ഹാജരായാൽ മതിയെന്ന്. പിന്നെ ഈ ഒരു കേസിൽ ഞാൻ തന്നെ ഹാജരായാൽ മതിയെന്ന് എനിക്കും തോന്നി. കാരണം ശ്രീയേട്ടനുമായിട്ടുള്ള യുദ്ധമല്ലേ, അപ്പം ഞാൻ തന്നെയായിരിക്കും നല്ലത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്താ എന്നെ വിശ്വാസമില്ലെന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ വിക്രം, ഞാൻ തന്നെ ഹാജരായിക്കോളാം നാളെ രാവിലെ വിശ്വേട്ടന് വേണ്ടിയിട്ട്. വിശ്വേട്ടനെ എന്ത് തന്നെ ചെയ്തിട്ടായാലും ഈ കേസ് നമ്മൾ ജയിക്കും.
പിന്നെ ആ സാക്ഷിയും കൂടിയിട്ട് നാളെ ഹാജരാക്കിക്കോട്ടോ, അത് ചിലപ്പോൾ ഈ കേസിന് ഗുണം ചെയ്യുന്നു വിക്രത്തിനോട് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ കോടതിയാണ് കാണിക്കുന്നത്. വിക്രമിൻ്റെ വണ്ടിയിലാണ് വേദ വരുന്നത്. ശ്രീജ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടാവും. അവൻ നേരത്തെ അവിടെ എത്തിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ വേദ ഇങ്ങനെ വന്നിട്ട് ശ്രീജയെടുത്തി വിഷമിക്കൊന്നും വേണ്ട, ഈ കേസിൽ ഹാജരാവുന്നത് ഞാൻ തന്നെയാണ്, വിഷയമായിട്ട് ഉറപ്പായിട്ടും ഞാൻ പുറത്തിറക്കും. എൻ്റെ വിശ്വാസമില്ലേ ശ്രീജയെടുത്തിക്ക്, വേദ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ വിജയം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ എന്തിനാണ് വേദന അവിശ്വസിക്കുന്നത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട് വേദ തന്നെ ഈ കേസിൽ ഹാജരായിക്കൊള്ളൂ ശ്രീജയെടുത്തി വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയുന്നത്. അപ്പം എനിക്കായ സാക്ഷിനെ ഒന്ന് കാണണം വിക്രം എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ കൂട്ടി പോകുമ്പോൾ ശ്രീജയ്ക്ക് സംശയം. ശ്രീജ ചോദിക്കുകയാണ്, വേദ ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്, ഒരു കേസ് ഒറ്റയ്ക്കെടുത്ത് വാദിക്കാനായിട്ടൊക്കെ വേദയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഞാനെൻ്റെ സീനിയറിനോടാണ് പറഞ്ഞത്, പക്ഷേ ഈ കേസ് കേട്ടപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് എന്നോട് ഹാജരാവാനായിട്ട്. പിന്നെ ഇത് വിശ്വേട്ടനും ശ്രീയേട്ടനും തമ്മിലുള്ള യുദ്ധമല്ല, ഞാനും എൻ്റെ ശ്രീയേട്ടനും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ പിന്നെ ഈ കേസിൽ ഹാജരാവേണ്ടത് ഞാൻ തന്നെയാണ്. ഞാൻ എന്തായാലും ഈ ഒരു കേസിൽ നിന്ന് വിശ്വേട്ടനെ ഉറപ്പായിട്ടും രക്ഷിച്ചിരിക്കും. ശ്രീജേടത്തിനെ നോക്കിക്കോ, ശ്രീജേടത്തി ടെൻഷനൊന്നും അടിക്കേണ്ട, ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല, ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞായിട്ട് നമ്മൾ ശ്രീജനെ ആശ്വസിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വിക്രമും വേദയും കൂടിയിട്ട് നേരെ സാക്ഷിനെ കാണാനായിട്ട് പോവുകയാണ്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.